ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒരു സിനിമ വിജയിക്കാൻ അത്യാവശ്യ ഘടകമായി പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു മമ്മൂട്ടി റെഫറൻസ്. അത് ഏതാനും ചിത്രങ്ങൾ ഇന്ന് നമുക്ക് കൃത്യമായി അതിൻ്റെ പ്രൂഫ് തന്നിരിക്കുന്നു. ഒരുപക്ഷെ അന്ധവിശ്വാസമായിരിക്കാം, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവർ ചെയ്യുന്നതായിരിക്കാം. നമ്മൾ കാണുന്ന സിനിമകളുടെ ആ ഒരു രീതിയും ഗതിയും ഇങ്ങനെ തന്നെയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ മമ്മൂട്ടി റെഫറൻസ് ഉണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് വിജയം ഉറപ്പാണ്, അതും അതിഗംഭീര വിജയം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അടുത്തിടയ്ക്ക് ഇറങ്ങിയ കുറച്ച് സിനിമകളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ കാണുന്ന ആ ഒരു രീതിയാണ്. ഒന്ന്, പ്രിയൻ ഓട്ടത്തിലാണ് എന്നൊരു ചിത്രം. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ലാത്ത ആ ഒരു സിനിമ ചെറിയ സിനിമയായിട്ട് വന്നു. പക്ഷേ മമ്മൂട്ടി എന്ന നടൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനകത്തിൽ കാണിച്ചിട്ട് പോലുമില്ല, അദ്ദേഹത്തിന് റെഫറൻസ് അതിനകത്തിൽ കാണുന്നു. ആ ഒരു പേരും കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന ചിത്രം വലിയ വിജയമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അതെല്ലാം മറന്നു. അത് സ്വാഭാവികമായി അല്ലെങ്കിൽ യാദൃശ്ചികമായി എപ്പോഴോ ഉണ്ടായ ഒരു സിനിമയെന്ന് നോക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മമ്മൂട്ടി പാട്ടുകൾ, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളിലെ പാട്ടുകളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സിനിമകൾ വിജയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഓസ്ലർ, എബ്രഹാം ഓസ്ലർ, അത് മമ്മൂട്ടിയുടെ പ്രസൻസ് കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറച്ചൊന്ന് മാറ്റി നിർത്താം. എന്നിരുന്നാലും മമ്മൂട്ടി റെഫറൻസിൽ തന്നെ വരുന്ന സംഭവങ്ങളാണ്. അതിനകത്തിൽ പൂമാനമേ എന്നുള്ള പാട്ട്, ആ പാട്ട് വലിയ രീതിയിൽ വീണ്ടും തരംഗമാകുമ്പോൾ എബ്രഹാം ഓസ്ലർ എന്ന ജയറാം ചിത്രവും വമ്പൻ വിജയമാകുന്നു. അതിൻ്റെ 99% മമ്മൂട്ടിയുടെ പ്രസൻസും മമ്മൂട്ടി വില്ലൻ വേഷം ചെയ്തതാണെന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ എന്നാ താൻ കേസ് കൊടുക്കുക എന്ന ചിത്രത്തിലും മമ്മൂട്ടിയുടെ ഒരു പാട്ട് ദേവദൂതർ പാടി എന്നുള്ള പാട്ട് വരികയും നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ സിനിമയും വമ്പൻ ഹിറ്റായി. പാട്ട് വെച്ചതുകൊണ്ടാണോ സിനിമ ഹിറ്റായെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല, നല്ല സിനിമ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എടുത്തു പറയാം, ആ ഒരു സിനിമയിലും അങ്ങനെ ഒരു കാര്യം അത് വന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രങ്ങളിൽ അങ്ങനെ തന്നെയാണ്. പിന്നീട് രേഖാചിത്രം എന്ന സിനിമയാണ് വന്നത്. അതിനകത്തിലും നമുക്ക് മമ്മൂട്ടി ചേട്ടനും ദേവദൂതർ പാടി എന്നുള്ള പാട്ടുമൊക്കെ വന്നപ്പോൾ ആ സിനിമയുടെ വിധിയും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മോഹൻലാൽ സിനിമയാണ് തുടരും. തുടരും എന്ന ചിത്രത്തിൽ അധികം ആരും ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല ഈ ഒരു കാര്യം. അതായത് മമ്മൂട്ടി റെഫറൻസ് അതിനകത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നിൽക്കുന്ന സ്വാഭാവികം, അത് സിനിമയിൽ അങ്ങനെ കാണിക്കാറുണ്ട് എന്നുള്ളത്. പക്ഷേ അതിലുപരി ശാന്തമീ രാത്രിയിൽ എന്നുള്ള ആ ഒരു പാട്ട് ഈ സിനിമയിൽ വരുന്നു. വലിയ രീതിയിൽ ഓളമാകുന്നു തിയേറ്ററിൽ. വല്ലാതെ ആളുകൾ അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മൊത്തം ആ ജനങ്ങളും അതിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ തുടരും അതിഗംഭീരമായ വിജയം. അപ്പോൾ ഒരു പാട്ട് വെച്ചതുകൊണ്ട് സിനിമ വിജയിച്ചു എന്നുള്ളതല്ല, എല്ലാം മികച്ച സിനിമകൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, എന്തോ അവർ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് അവരുടെയൊക്കെ വിശ്വാസം ഇങ്ങനെ ഒരു മമ്മൂട്ടി റെഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു വിജയമായിരിക്കും. എന്തിനാ, തമിഴിൽ നിന്ന് ഈ അടുത്തിറങ്ങിയ വമ്പൻ ഹിറ്റായ സിനിമയിൽ പോലും മമ്മൂട്ടിയെ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. അതും ഒരു മമ്മൂട്ടി റെഫറൻസ് അല്ലേ? ഒരു പക്ഷേ എല്ലാം എൻ്റെ തോന്നലുകളായിരിക്കാം, എൻ്റെ മാത്രം തോന്നലുകളായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ചർച്ച ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമല്ലേ? ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഫിലിം ഫീൽഡിലുണ്ടോ? കാരണം ഫിലിം ഫീൽഡിൽ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, ഒരുപക്ഷെ ഫിലിമിലൊക്കെ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ഇതിലേക്ക് പങ്കെടുക്കാം ഈ ചർച്ചയിൽ. അങ്ങനെയാണെങ്കിലും എന്താണേലും ഞാൻ ഇതുവരെ കണ്ട സിനിമകളിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് പകുത്തെടുക്കാൻ കഴിഞ്ഞു. പ്രിയനോട്ടത്തിലാണ്, ഓസ്ലർ, രേഖാചിത്രം, തുടരും, എന്നാ താൻ കേസ് കൂടി, ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ ഒരു മമ്മൂട്ടി റെഫറൻസും അതിലെ മമ്മൂട്ടിയുടെ മനോഹര ഗാനവും ഉണ്ടായിരുന്നു. ആ മമ്മൂട്ടി സിനിമയിലെ മനോഹര ഗാനം പിന്നീട് വലിയ തരംഗമാവുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. ഗ്രേറ്റ് മീഡിയാസ്.